മൗനമായിടും നാളാണത്രമേൽ തുടിച്ചൊരടയാളം. ഒരു ദൈവമുണ്ടതെന്നിൽ തുടിക്കും, ഒരു ദൈവമുണ്ടതെന്നോട് മന്ത്രിക്കും. കല്ലോസ്കൾ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയുടെ ചെയർമാൻ, നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറഞ്ഞ വ്യക്തിത്വമായ ബൈജു ലക്ഷ്മണൻ സാറിനെ ആദരവും ക്ഷണിക്കുന്നു. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ കർത്തവ്യം ഇതിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷനായി അലങ്കരിക്കുന്ന ശ്രീ രാജീവ് സാറിനെയാണ്. അധ്യാപകനായി നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പി അമ്പിളിയെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീൻ സാറിൻ്റെ ഗുരുസ്ഥാനീയൻ കൂടിയായ ഡോക്ടർ രതീഷ് നിരാലയെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നവീൻജിയുടെ പിതാവ് ശ്രീ ആർ ഗോപകുമാരനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ്. സാറിൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ, അദ്ദേഹത്തിനോടൊപ്പം അധ്യാപനം ആരംഭിച്ചവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറിയവരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പരിചയക്കാരും വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകരുമൊക്കെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇവിടെയുണ്ട് ഞാൻ എന്നതിന് മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. നവീൻജിയുടെ ഈ കവിത ഒരു അടയാളപ്പെടുത്തലായി മാറട്ടെ, വായനക്കാരുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ PDF കോപ്പി എനിക്ക് വായിക്കാൻ കഴിയും. വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിലെ കാവ്യശൈലിയും അതിലെ ബിംബങ്ങളും, അതിലുപരി അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണല്ലോ. അദ്ദേഹം എടുത്തതും മറ്റ് ചില ഫോട്ടോകളും കൂടി അതിനകത്ത് ചേർത്തിരിക്കുന്നു. വളരെ മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാവ്യസൃഷ്ടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞോട്ടെ. വളരെ ശ്രേഷ്ഠമായ, അതായത് കവി ഈ കവിതകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ബോധ്യമാകും ഈ കവി ഇവിടെ എങ്ങും നമുക്ക് തളച്ചിടാൻ കഴിയില്ല. മലകൾക്കും മുകളിൽ മുഴങ്ങുന്ന രീതിയിൽ, സഖ്യപർവ്വതത്തിനും മുകളിൽ മുഴങ്ങുന്ന കവിതകളായി ഈ കവിയിൽ നിന്നും നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ കാവ്യശില്പങ്ങൾ. ഡോക്ടർ രതീഷ് നിരാല ഹിന്ദി അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെയേറെ പഠനാത്മകമായ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ വ്യക്തിത്വമാണ്. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പുസ്തക പ്രകാശനത്തിന് പുസ്തക പരിചയം ഒരു അവശ്യ ഘടകമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. വാസ്തവത്തിൽ അവശ്യ ഘടകമേ അല്ല അത്. കാരണം ഈ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നവരെല്ലാം സംസാരിക്കുന്നത്. നവീൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഡിഗ്രി ക്ലാസ്സുകളിലും PG ക്ലാസ്സിലും നവീനെ എൻ്റെ മുമ്പിലിരുത്തി കവിത പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹിന്ദി കവിതയാണ് പഠിപ്പിച്ചതെങ്കിലും നവീൻ എഴുതി തുടങ്ങിയത് മലയാളം കവിതയാണ്. ഈ ചെറുതിൻ്റെ ശക്തിയും സൗന്ദര്യവും ഒരുപോലെ ആവാഹിച്ചെടുത്ത 188 കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ കവിതകളെ ഏത് ജനസിൽപ്പെടുത്തുമെന്ന് പറയാനൊക്കില്ല. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്തരം ചിത്രങ്ങളുമായി വരുന്ന ഇതുപോലുള്ള കവിതകൾ ഇത് വൺ ആൻഡ് ഒൺലി ആണ്.
ഇങ്ങനെ ഒരെണ്ണം വേറെ ഇല്ല. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന കവിയാണ് നവീൻ. ഒരു കവിത, 2 വരി. പ്രേത പരിശോധന ഫലം വന്നു, മരണകാരണം വാക്കാണ്. 37ാമത്തെ കവിതയാണിത്. വാക്ക് ജീവനെടുത്ത ഒരു സംഭവം, അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട. കവിക്ക് ചർച്ച ചെയ്യാം, കവിക്ക് ചിന്തിക്കാം, കവിക്ക് എഴുതാം, കവിക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിലും ഇതിൻ്റെ മംഗളാചരണം പോലും നിത്യചൈതന്യ യതിയാണ്. യതിയെ, ഗുരുവിനെ ഓർത്തുകൊണ്ടാണ് പുസ്തകം ആരംഭിച്ചിരിക്കുന്നത്. വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജയകുമാർ സാറും ശ്രീ PK ഗോപനുമൊക്കെ ഉള്ളപ്പോൾ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി വിലയേറിയ സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ തന്നെ കാവലാളാണ്, വാഗ്മിയാണ്, പണ്ഡിതനാണ്, അക്കാഡമിസ്റ്റാണ്. എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിൻ്റെ അഭിമാനമായ, മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ PK ഗോപനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തക പരിചയം നടന്നു കഴിഞ്ഞു. സാധാരണ പ്രകാശനത്തിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രങ്ങൾ സഹിതമാണ് നമ്മുടെ കവിത നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. ഇത് ഒറ്റ നോട്ടത്തിൽ മറിച്ചു നോക്കിയപ്പോൾ പല ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരെയും പരാമർശിച്ചുകൊണ്ടുള്ള കവിതയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ജയകുമാരൻ സാറിനെ ഇപ്പോൾ ആളുകൾ പണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലും മറ്റും പങ്കെടുക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ്. അതായത് പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്നതും അത് സാധാരണ നാട്ടിൻപുറങ്ങളിൽ സംഭവിക്കാത്തതുമായൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നൊരു കാര്യം, എല്ലാ പ്രദേശത്തും പ്രാദേശികമായ എഴുത്തുകാരുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ MD 2-ാം ഊഴം എഴുതിയപ്പോൾ പലരും പറഞ്ഞത് അത് കാവ്യത്തോട് തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ ഒരടിത്തറയായിട്ട് കണക്കാക്കുന്നത് കവിതയാണ്. പൊതുവെ കണക്കാക്കുന്നത് കവിതയാണ്. വെറുതെ എഴുതാൻ പറ്റുമോ ഒരാൾ? വെറുതെ എഴുതിയാൽ നിങ്ങൾക്കത് ജീവിതത്തിൽ പ്രതിഫലിക്കുമോ, അല്ലെങ്കിൽ ജീവിതമായിട്ട് പ്രതിഫലിക്കുമോ? കടുത്ത വായന ആവശ്യമാണ്. സംസ്കൃതത്തിൻ്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ഭാഷയാണ് മലയാളം. സംസ്കൃതത്തിൻ്റെ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള ഭാഷയെ മനോഹരമായി സ്വാംശീകരിച്ച ഭാഷയാണ് മലയാളം. നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി മലയാള വാക്കുകൾ മലയാളത്തിൻ്റെ സ്വന്തമല്ല. വായന കടലാസിൽ മാത്രമല്ല. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഈ പുസ്തകമൊന്നും അച്ചടിച്ചിറക്കാൻ പോകുന്നില്ല. 10 കൊല്ലം കഴിയുമ്പോൾ മിനിമം. നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള ഈ സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പറയുന്നത് വായന എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ മാത്രമാണെന്നാണ്. അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. റീഡിംഗ് ഉണ്ട്, തിരവായനയുണ്ട്. പുസ്തകങ്ങളും നമ്മളെ കാലാതിവർത്തിയായി പിന്തുടരും. അത്തരം പിന്തുടർച്ചയിൽ ഒരു ചെറിയ കണികയായിട്ട് ഈ കരളോളം കുറുകി എന്ന പുസ്തകം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജയകുമാർ സാറിൻ്റെ സാന്നിധ്യത്തിൽ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന അനുചിതമാണ്. എങ്കിലും അല്പം നീണ്ടുപോയതിനുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിക്കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ജയകുമാർ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു പുസ്തക പ്രകാശന പുരസ്കാരത്തിലെത്തി നിൽക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ
നവീനെ എനിക്ക് പരിചയം മറ്റൊരു പരിപാടിക്ക് ഇതുപോലെ കുറച്ച് വൈകി കിളിമാനൂരിലെത്തിയ ഒരു ദിവസമാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പിന്നെ അദ്ദേഹം പലപ്പോഴും എന്നെ ബന്ധപ്പെടുകയും ഒരു പുതിയ പുസ്തകം തയ്യാറാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. പിന്നീട് അവതാരിക എഴുതാനായിട്ട് ഈ പുസ്തകവും കുറച്ച് ഫോട്ടോസും ഒക്കെ ആയിട്ട്, മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല, കുറേ വേറെ കാര്യങ്ങൾ കണ്ടു. ഒരു ചെറിയ ഒരു അവതാരിക ഞാനിതിന് എഴുതി കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ പറയേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ നവീൻ ഒരു 100% കലാകാരനാണ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറും കവിയുമാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജീവിതത്തെ വളരെ സർഗാത്മകമായി, സൗന്ദര്യാത്മകമായി, അർത്ഥപൂർണമായി കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറ്റിയിരിക്കുന്ന ഒരാളാണ്. ഇതിനകത്തുള്ള ഒരു ചിത്രമില്ലാതെ നമുക്ക് ആ കവിത വായിക്കാം, ആ കവിതയില്ലാതെ ചിത്രവും കാണാം, മറച്ചു വെച്ചിട്ട് നോക്കാം. വളരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ ചിത്രവും കവിതയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഈ കവി വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കടപ്പുറത്തൊരു കുടിലും കുറച്ച് തെങ്ങുകളൊക്കെ ഉള്ളൊരു പടം, എന്നിട്ടിങ്ങനെ ഈ ഒരു പടം, ഇങ്ങനൊരു പടം, 5 വരി കവിതയാണ്. ആ പറയുന്നത്, ഉല്ലസിക്കും ഈ തെങ്ങുകൾക്കപ്പുറം ആർത്തുല്ലസിച്ചിടും അലയാഴിക്കിപ്പുറം തെല്ലകലെ ചാരയുണ്ട് ഒരു ജീവനം. അത് നമ്മൾ കാണുന്നില്ല. ഒരു കുടിലുള്ളതുകൊണ്ട് അതിനകത്ത് ആളുണ്ടാവണം, ഒരു ജീവനമുണ്ട്. എന്നാൽ കവിയാണെന്ന് പറയുകയും ഹൃദയത്തിൻ്റെ കാഠിന്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് ഒന്നിച്ച് നടക്കില്ലല്ലോ. ഉച്ചനമ്പ്യാർ പറഞ്ഞ പോലെ എന്താണ്, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറഞ്ഞ പോലെ പരക്ലേശ വിവേകം ഉണ്ടാവണം. ഒരുപാട് പറയാൻ സാധ്യതയുള്ള ഈ സന്ദർഭത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കി വ്യത്യസ്തമായി ചിന്തിക്കുകയും തൻ്റെ സർഗാത്മകതയ്ക്ക് അതിനെ കടിഞ്ഞാൺ വിട്ടുപിടിക്കുകയും ചെയ്യുന്ന, അതിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന നവീൻ്റെ പ്രതിഭാശേഷിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹം എന്നോട് കാണിക്കുന്ന സവിശേഷമായിട്ടുള്ള സ്നേഹത്തിന് ഞാൻ നന്ദി പറയാതിരിക്കുന്നത് ശരിയായിരിക്കുകയില്ല. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. വളരെ ചെറിയ കവിതകളാണ്. രതീഷ് ചോദിച്ചതുപോലെ ഇതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇതിന് ഹൈക്കു കവിതകളുടെ ഒരു സ്വഭാവമുണ്ട്. കവിത എന്നത് എക്സ്റ്റംപോറായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഉരുവം കൊള്ളുന്ന വികാരത്തിൻ്റെ ഒരു വലിയ പ്രവാഹമാണ്. അതിനോടൊപ്പം തന്നെ ആനുകാലികമായ വാർത്തകളിൽ വരുന്ന കവിയെ മഥിച്ചതിൻ്റെ ഒരു പരിസ്ഫുരണമായിട്ട് വന്ന കവിതകളും ഉണ്ട്. ഒന്ന്, ഒരു ആദിവാസി യുവാവിനെ മോഷ്ടിച്ചു എന്നുള്ള ആരോപണത്തിൽ തല്ലിക്കൊന്ന ഒരു വാർത്തയുണ്ടല്ലോ, മധു എന്ന ആദിവാസി യുവാവിനെ. അത് ഒരു വിഷയമായിട്ടും ഒരു കവിതയായിട്ടും കാവ്യമായിട്ടും അതെഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വൈകിയ വേളയിൽ നവീൻ സാറിൻ്റെ കാര്യം പറഞ്ഞ സാറ് എല്ലാ ദിവസവും രാവിലെ ഈ ശുഭചിന്തകൾ എന്ന് പറഞ്ഞ് ചിത്രവും ഈ വരികളും, ഞാൻ രാവിലെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് രാവിലെ ഇത് വായിക്കുന്നത്. അതിനോടൊപ്പം ടീച്ചറിൻ്റെ മധുരമായ ശബ്ദത്തിൽ അതിൻ്റെ ആലാപനം, ഇത് 3ഉം കൂടെ ആകുമ്പം നമുക്കൊരു സുഖമുണ്ട്. അപ്പോൾ എല്ലാം നല്ലൊരു ചടങ്ങായി പര്യവസാനിച്ചതിൽ സന്തോഷമുണ്ട്. മൗനമായിടും നാളാണത്രമേൽ തുടിച്ചൊരടയാളം, ഒരു ദൈവമുണ്ടതെന്നിൽ തുടിക്കും. അക്ഷരക്കൂട്ടുകളിൽ കടലോളം ആഴമുള്ള അർത്ഥങ്ങൾ ഒളിപ്പിച്ച് അതിൽ നിന്ന് കരളോളം കുറുകി നിന്നിലേക്കെത്താനെന്ന മനോഹരമായ കവിത നമുക്ക് സമ്മാനിച്ച പ്രിയ കവി ശ്രീ നവീൻ സാറിന് ഈ കവിതയ്ക്കും എല്ലാവിധ ആശംസകളും ഹൃദയം കൊണ്ട് നേരുന്നതോടൊപ്പം മലയാള കവിതയുടെ ഭാവി വാഗ്ദാനമായി വളർന്നു വരുന്ന പ്രിയങ്കരനായ നവീൻ സാറിൻ്റെ പുസ്തകം ധാരാളം വായിക്കപ്പെടട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ, പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും ഹൃദയം കൊണ്ട് നേരുന്നു. നമസ്കാരം.
വൈകിയ വേളയാണ്. ഔപചാരികതകളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മറുമൊഴി. അപ്പോൾ സാറിനെ ഞാൻ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അത് നിരന്തരം ശല്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത്രത്തോളം നേരത്തെ അമ്പിളി ടീച്ചർ പറഞ്ഞതുപോലെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. അങ്ങനെ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാ ആസ്വാദകരും എഴുത്തുകാരും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം സാറിപ്പോൾ പറയുണ്ടായി, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മൊമൻറ്റോയിലെ വരികൾ, എല്ലാവർക്കും ഉള്ള മൊമൻറ്റോയിലെ വരികൾ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊമൻറ്റോയിലെ വരികൾ വായിച്ചിട്ട് അദ്ദേഹം ഒരു ചിരി തിരിച്ചു. എന്നിട്ട് പറയുകയാണ്, അടുത്തിരുന്ന നന്ദകുമാർ സാറിനോട് പറയുകയാണ്, സമയമില്ല, ജ്ഞാനപീഠ നേരെ നിൽക്കട്ടെ എന്നാണ് ഞാൻ അതിൻ്റെ അവസാനം കുറിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഞാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് സമയമില്ലാത്തതിന് കാരണം എന്നെപ്പോലുള്ള ശല്യപ്പെടുത്തലുകാരാണ്. ടീച്ചറാണ് ഇത് ഈ പുസ്തക രൂപത്തിൽ ആകണം എന്ന് നിരന്തരം എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ പുസ്തകം. അമ്പിളി ടീച്ചർക്കും എൻ്റെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ ഈ വേദിയിൽ എത്തിച്ച, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് എത്തിച്ച അമ്പിളി ടീച്ചർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ഗുരുനാഥനാണ് രതീഷ് നിരാല. അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ പറഞ്ഞു, ഡിഗ്രി തലം മുതൽ എഴുതി ചുരുട്ടി അദ്ദേഹത്തെ ഒളിഞ്ഞും പാത്തുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്നെ ഇന്നത്തെ നിലയിൽ എൻ്റെ നിഴലായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിഴലായി ഞാനും ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഗുരുപരമ്പരകളുടെ അനുഗ്രഹമാണ്. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വൈജു ലക്ഷ്മണൻ സാറ്, അദ്ദേഹം നമ്മുടെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം ഈ പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളും നൽകി ആദ്യം മുതൽ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. നന്ദി പറയുന്ന ചടങ്ങല്ല ഇത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ വാർദ്ധക്യ അവസ്ഥയിൽ അദ്ദേഹത്തെ ഇത്രയും നേരം ഇവിടെ പിടിച്ചിരുത്തിയത് ഈശ്വരകൃപയാണ്. എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. അപ്പോൾ അമ്മയുടെ പേരിലാണ് ഈ പുസ്തകം, അമ്മയ്ക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 2 വാക്ക് നന്ദി കൂടി ഉണ്ട്. അദ്ദേഹത്തിന് അച്ഛന് നന്ദി കടപ്പാടും പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും ജഗദീശ്വരനോട് ഈ ഒരു മുഹൂർത്തം ഒരുക്കി തന്നതിന് നന്ദിയും സ്നേഹവും കടപ്പാടും എപ്പോഴും ജഗദീശ്വരനോടും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കാം. എൻ്റെ മകനെ കൊണ്ട് ധന്യനാണ്. എൻ്റെ മകൻ എന്നെ ധന്യനായ കാണും. ഞാൻ ധന്യനായി. വീണ്ടും ജയകുമാർ സാറ് തന്നെ വന്ന് അവനെ ആശ്ലേഷിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അദ്ദേഹം യുവകവികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ്റെ ആ വളർച്ചയിലെ അഭിമാനം കൊണ്ടുകൊണ്ടാണ്. മഹത് വ്യക്തികൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. പിന്നെ പുസ്തക പ്രകാശനം നടത്തി ഡോക്ടർ കെ ജയകുമാർ IAS. ഈ വേദിയുടെയും ഈ സദസ്സിൻ്റെയും പേരിലും എൻ്റെ മകൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സദസ്സിലിരിക്കുന്നവർക്കും വേദിയിലിരിക്കുന്നവർക്കും വിനീതമായ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം പിൻവലിക്കും.